ഹലോ ഗായ്സ്. അപ്പൊ ഇന്നിപ്പോ നമ്മള് വന്നിരിക്കുന്ന എവിടെ വെച്ചാൽ ബൈക്ക് എടുത്ത് വന്നാണ് ഊട്ടിയിലാണ് കേട്ടോ. നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഈ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മഴ എല്ലാം പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇൻട്രോ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ട്. ലൈറ്റ് പോയതിനു ശേഷം എനിക്ക് ഓർമ്മ വന്നവിടെ ഞാൻ ഇൻട്രോ എടുത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കയറാൻ പോകുന്നത് നാടുകാണി ചുരമാണ് കേട്ടോ. ഏകദേശം വീടിന്റെ അവിടെ നാടുകാണി ചുരത്തിന്റെ അത് ചെക്ക് പോസ്റ്റ് വരെ ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർ വരെ അല്ല, സോറി, നാടുകാണി ചെക്ക് പോസ്റ്റ് വരെയാണ് തോന്നുന്നത്, 18 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചുരമാണ് കേട്ടോ ഫസ്റ്റ് ചുരമായിട്ട് വരുന്നത്. നമ്മൾ ഈ ഊട്ടി പോകുന്ന ടൈമില് ആ മലന്റെ മേലെ കൂടെയൊക്കെ നല്ല രീതിക്ക് കോട ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ കറന്റ് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും നിരാശനല്ല. ഇപ്പൊ തന്നെ ഏകദേശം ചെറിയ രീതിക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ മഞ്ഞൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ ഗൂഡല്ലൂർ എത്തുന്നതിന് മുമ്പിൽ ഒരു പമ്പിൽ കയറിട്ടോ. ഇതാണ് ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടി കയറിയ കട. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ചായയാണ്. അപ്പൊ നമ്മൾ മസനഗുടി എത്തിയപ്പോ കണ്ടതാണ് ഈ ഒരു ആന എന്ന് പറയുന്നത്. നമ്മുടെ മസനഗുഡിക്ക് പോകുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോയി കാണാം. ബന്ദിപ്പൂര് ടൈഗർ റിസർവ്, മുതുമല ടൈഗർ റിസർവും വയനാട് ഫോറസ്റ്റും കൂടി കൂടിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൈഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പൊ അത് പോയി കണ്ടാൽ ഇഷ്ടംപോലെ മൃഗങ്ങളെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മള് മസനഗുഡിയിൽ നിന്ന് ഊട്ടി കല്ലട്ട് ചുരത്തേക്കുള്ള റോഡ് കയറി ഉടനെ കണ്ടതാണ് മാനുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഈ വഴി എന്ന് പറയണത് ചെറിയൊരു വഴിയാണ്, അതായത് വൺ വേ ആണ്. എന്നാലും വണ്ടികൾ അപ്പുറത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് വരും. നമ്മൾ അതിന് റൈഡ് ചെയ്തിട്ടൊക്കെ വേണം പോകാൻ വേണ്ടിട്ടോ. നമ്മൾ മാനുകളെയാണ് ഇഷ്ടം പോലെ കണ്ടത്. ആക്ച്വലി ഇങ്ങോട്ട് എത്തിയപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, മഴ ലൈറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മഴ ഇല്ല എന്നുള്ളൊരു സമാധാനത്തിൽ എന്ത് ചെയ്തു, കോട്ടൊക്കെ എടുത്തിട്ട് റെയിൻകോട്ടൊക്കെ എടുത്ത് ഊരി വെച്ചിരുന്നു. പക്ഷെ ഞാൻ നോർമലി ഒരു ഡ്രസ്സിൽ ഇങ്ങനെ പോയിട്ടോ. അപ്പൊ ഇങ്ങനെ പോയപ്പോ കുറെ മൃഗങ്ങളെ കണ്ടിരുന്നു. അതിൽ കാര്യമായിട്ട് മാനാണ്. മാന്, അതേപോലെ മലയണ്ണാന്, കുരങ്ങ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ട്ടോ കണ്ടത്. അതല്ലാതെ ആനനെ കണ്ടില്ല, കാട്ടുപോത്ത് അങ്ങനത്തെ ഒന്നും കണ്ടില്ല. ഞാൻ ആക്ച്വലി ഈ റൂട്ടില് ഞാൻ ഈവനിങ് ടൈമാണ് പോകുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 6 മണി ആവാനായി. ഇപ്പൊ ഈ ഒരു ടൈമിൽ പോകുമ്പോ ആനകളെ കാണേണ്ടതാണ്. പക്ഷെ എന്താ അറിയില്ല, മഴക്കാലം ആയതുകൊണ്ടാണെന്ന് എന്താ അറിയില്ല, ആനകളെ കണ്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്രൗഡ് ഉണ്ട്. കേരള വണ്ടി കമ്മിയാണ് കേട്ടോ. അധികം കർണാടക സ്റ്റേറ്റ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന കാര്യം. ഇവിടുന്ന് കർണാടകക്ക് സുഖമാണല്ലോ, ബന്ദിപ്പൂരായി കൂടി പോയി കഴിഞ്ഞാലും നമുക്ക് മൈസൂരൊക്കെ എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ പോയി അവിടുന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു മയിൽ ഇങ്ങനെ മരത്തം വെക്കുന്നുണ്ട്. അത് പേരൊന്നും വിടർത്തിയിട്ടില്ല ആശാന്. പിന്നെ ദാണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടല്ലേ. അപ്പൊ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നപ്പോ ആക്ച്വലി നമ്മള് കേറുന്ന മലയുടെ ബാക്കിയുണ്ടോ കാണുന്നതൊക്കെ അവിടെ കണ്ടില്ല, നല്ല രീതിയിൽ കോടുണ്ട്. അപ്പോ എനിക്ക് ഏകദേശം ഉറപ്പായി പണി പാളാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഉറപ്പായി. അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് അതിന്റെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാണ്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അപ്പൊ മേലേക്ക് നോക്കുമ്പോ അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മേലെ തണുപ്പില്ല മഴയില്ലെന്ന് കരുതിയിട്ട് സമാധാനത്തിൽ പോവായിരുന്നു ഞാൻ ആക്ച്വലി. അപ്പൊ എന്താ ട്വിസ്റ്റ് സംഭവിച്ചെന്ന് കാണാം. അപ്പോ ആ വ്യൂ കണ്ടില്ല, ആ മല ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ടോ, അത്ര അടിപൊളിയായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ചുരം, സെക്കൻഡ് ആയിട്ടുള്ള ചുരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം 36 ഹെയർ പിൻസ് ഉണ്ട്. ടോട്ടലി 36 ഹെയർ പിൻസ് ടോട്ടലി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഹെയർ പിൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കുത്തനല്ല കയറ്റാണ്, നല്ല രീതിക്കുള്ള ഹെയർ പിന്നാണ് ഇത് തന്നെ. ഇവിടുന്നൊക്കെ ശ്രദ്ധിച്ചൊന്നും ബൈക്ക് ഓടിച്ചില്ല അല്ലെങ്കിൽ കാർ ഓടിച്ചില്ല ഡയറക്റ്റ് പൊക്കിപ്പോ, വേറെ ഒന്നും പറയാനില്ല. കണ്ടല്ലേ ആ ഹെയർ പിന്റെ ഒക്കെ ഒരു വളവ് കണ്ടില്ലേ. റോഡും തന്നെ അതേപോലെ തന്നെ ചെറിയ റോഡാണ്. നമുക്ക് വലിയ വെഹിക്കിൾസ് ഒന്നും, ബസ് പോലുള്ള വെഹിക്കിൾസ് ഒന്നും ഇതിലെ കൊണ്ടുപോകാൻ കഴിയൂല. ഇനി എന്താണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ട്രാവലർ വരുന്നുണ്ട്, അതുപോലെ മിനി ബസ് ഒക്കെ വരുന്നുണ്ട്. അതല്ല വലിയ പൈസ 50 സീറ്റിന്റെ ബസ്സൊന്നും ഇതിലെ കൊണ്ടുപോകുന്ന ഞാൻ കാണാറില്ല. അല്ലാതെ ഞാൻ കുറെ വട്ടം ഊട്ടിക്ക് വന്നിങ്ങനെ, ഞാൻ വരുമ്പോ മാക്സിമം ഈ ഒരു വഴിന് വരാൻ നോക്കാറ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതേപോലെ ചുരത്തിൽ കൂടെ പോകുമ്പോൾ സേഫ് ആയിട്ട് തന്നെ ഓടിക്കാൻ വേണ്ടി നോക്കണോ. അങ്ങനെ നമ്മൾ വിട്ടുന്ന് കണ്ടൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അത് ഞാൻ സൂം ചെയ്തെടുത്ത് കണ്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മിക്കവാറും മേലോട്ട് ഇങ്ങനെ കയറി പോകും തോറും അതിന്റെ വിഷ്വൽസ് എന്ത് ചെയ്യുക ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് ഞാൻ നോർമൽ ടീഷർട്ട് ഇട്ട് ഇങ്ങനെ പോയപ്പോ ചെറിയ രീതിക്ക് തണുപ്പ് കയറലൊക്കെ തുടങ്ങിട്ടോ. ആക്ച്വലി ആ ഗ്ലൗസും തന്നെ നനഞ്ഞു കിടക്കുന്നതിന്, നാട്ടിൽ മഴയായിരുന്നല്ലോ, ഇവിടേക്ക് എത്തിയപ്പോഴല്ലേ മഴ കുറഞ്ഞത്. അതേപോലെ തന്നെ റോഡും തന്നെ നല്ല രീതിക്ക് നനവില് കാണാൻ വേണ്ടി പറ്റണം. ഈ ഒരു കയറ്റം കണ്ടല്ലോ അല്ലെ, ഇതെന്ന് പറയുന്നത് അടാറ് കയറ്റാണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള കയറ്റാണ്. അത്യാവശ്യം
ഓൾമോസ്റ്റ് ടൈമിലൊക്കെ ഞാൻ അവിടെ നിന്നാണ് വലിയ മുട്ടാറ് ബൈക്ക്. പിന്നെ ഇങ്ങനെ പോയപ്പോ അങ്ങനെ നമുക്ക് പിന്നെ ഇങ്ങനെ തണുപ്പ് കൂടി കൂടി വരൽ തുടങ്ങി. അതിനനുസരിച്ച് തന്നെ മഴ ഇങ്ങനെ പെയ്യുന്നു തുടങ്ങി. മഴ അല്ല, ആക്ച്വലി മഞ്ഞാണ് പെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ സൈഡ് ആക്കിയതിനു ശേഷം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ എഴുതിയിട്ട് സൈഡ് ആക്കിയാണ്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ തണുപ്പുണ്ട്. എന്റെ കൂടെ വന്നവനാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കി ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയണ നല്ല അടിപൊളിയായില്ലേ. ലൈറ്റ് ഏകദേശം പോയി തുടങ്ങിയപ്പോൾ ഇതിന് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി തന്നെ എടുക്കും. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത് കേട്ടോ. ഞാൻ തന്നെ ഇവിടുന്ന് കുറെ കോപ്രായങ്ങളൊക്കെ കാട്ടി കൂട്ടുന്നതാണിത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഞ്ഞ് കണ്ട് ക്ലാസ്സുമ്പോ കണ്ട നോക്കിയും അറിയാൻ പറ്റും. അവിടൊക്കെ മഞ്ഞ് മഞ്ഞ് മീൻസ് വെള്ളത്തുള്ളി ഇങ്ങനെ വന്നാണ്ട് വീണ് നടക്കുന്ന മഞ്ഞാണെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ പോന്നിട്ട് നമ്മൾ റിട്ടേൺ തിരിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അവിടെ വന്നപ്പോ ഇതാണ്ട് തണുപ്പ് എക്സ്ട്രീം ആവലോടെ കേട്ടോ. സഹിക്കാൻ പറ്റാത്ത രീതിക്കായി നല്ല രീതിക്ക്. ഇപ്പൊ ഇത് മഞ്ഞല്ല ആക്ച്വലി, ഇപ്പൊ ഇത് മഴയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് മഴ എന്ന് പറയണത്. അത് പോരാത്തിന് ഗ്ലൗസ് ഒക്കെ നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഈ കാട്ടിക്കൂട്ടും കോപ്രായങ്ങളൊക്കെ ആയിട്ടില്ലേ, ഒരു വീഡിയോക്ക് പോയിട്ടില്ല, കഷ്ടപ്പാടാണ്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ അവിടെ നല്ല രീതിക്ക് കാറ്റും വരുന്നുണ്ട്. ഈ മഴന്റെ വെള്ളം വരുന്നുണ്ട് ലെൻസിൽ തട്ടി കൊണ്ടിട്ട് തന്നെ വലിയ ഇതൊന്നും കിട്ടിക്കൂല. ആസാഡിന്റെ ലൈറ്റ് വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് വീഡിയോയില്. അതൊക്കെ ഓക്കെയാണ്. വേറെ ഞാൻ ഇപ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനൊന്നും ഇതിൽ ആഡ് ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഊട്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. മൺസൂൺ സീസൺ ആണ് മക്കളെ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്താണ് ഇപ്പൊ തന്നെ പോയിട്ട് ഇതേപോലെ ഹിൽ സ്റ്റേഷൻസും വാട്ടർഫോൾസ് ഞാൻ പറയാനുണ്ട്. പക്ഷെ വാട്ടർഫോൾസ് പോകണമെങ്കിൽ സേഫ് ആയിട്ട് പോകാൻ വേണ്ടി നോക്കുക. ഓവർ ആക്കരുത്. ചളവായി കഴിഞ്ഞാൽ എങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദൂരം. അപ്പൊ നമ്മളൊരു ടീ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇവിടെ വേണ്ട ഇങ്ങനെ മറ്റേ തീയൊക്കെ കത്തിച്ചുകൊണ്ട് തന്നെ കുറെ നേരം ഒരു തീയില് ഇതിന്റെ അടുത്ത് കയ്യൊക്കെ കൊണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൈ മരവിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പയ്യന്മാര് ഫുള്ളാണ് കേട്ടോ. ഇവർ പാടുന്ന പാട്ടൊക്കെ കേട്ടോ. അവരാണ് ഈ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്തിട്ട് ഇരിക്കട്ടെ. നമ്മുടെ എന്ത് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോട ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ വണ്ടിക്ക് ഫോഗ് ലാമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, ഇത്തരം സിറ്റുവേഷനിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ആ ലൈറ്റ്. അതേപോലെ തന്നെ ആളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടി ഒക്കെ റൈഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തരം സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഫോഗ് ലാമ്പ് ഓൺ ആക്കല്. അതിന് കാരണം എന്താ വെച്ചാൽ ഒന്നുകൂടി വൈഡ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടി കിട്ടുന്നതാണ്ടോ ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാല്. അപ്പോ നമ്മൾ ഇങ്ങനെ പോയോണ്ടേ നിൽക്കാൻ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ മഞ്ഞ് വരുന്നുണ്ട്. അപ്പോ ഫോഗ് ലാമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും കുത്തി പറയാനുള്ള ഞാനത് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ കണ്ടില്ല ഇങ്ങനെ ഫോഗ് ലാമ്പ് ഉള്ളോണ്ടാണ് ആ ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നത്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരും ഡിം അടിക്കുന്നില്ല. അവർക്ക് അറിയാം സിറ്റുവേഷൻ അറിയാം, അവർക്കും വിഷ്വലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോകുന്ന ടൈമിൽ എന്റെ ബ്രൈറ്റ് മാത്രം ഓഫ് ആക്കി ഇടും. ഫോഗ് ലാമ്പ് കണ്ണ കുത്തൂല. കാര്യം ആ ഒരു ലെവലിൽ നിൽക്കണം. ലൈറ്റിന്റെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഇവർക്ക് വരൂല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്ത് ഇനി എങ്ങാനും വരുന്ന ആളുകളുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനാണ് മനസ്സിലേക്ക് അവരോട് ക്ഷമ ഞാൻ ചോദിക്കാണ്. വേറെ ഒന്നും എനിക്ക് പറയാല്ല. കണ്ടോ നമ്മളങ്ങനെ പോയോണ്ടിരിക്കുന്നോറും ഇങ്ങനെ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ഇങ്ങനെ മൂടി 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 ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കോടന്റെ ഒരു അവസ്ഥ എന്ന് പറയണത്. പക്ഷെ നമ്മുടെ അട്ടപ്പാടി പോയ ടൈമിൽ ഇതിനിങ്ങോട്ട് എക്സ്ട്രീം ആയിട്ടുള്ളത് നമ്മൾ ആ 4 മണിക്കാണ് അട്ടപ്പാടി ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇതിലേറെ എക്സ്ട്രീം ആയിട്ടുള്ള ഇതാണ്. ഇപ്പൊ തന്നെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് മൂടല് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി നാടാനിച്ചൊരു ഇറങ്ങണം. നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ പോയ റൂട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗൂഡല്ലൂരിന്ന് ലെഫ്റ്റ് എടുത്ത് പോയിട്ട് മസനഗുഡി റൂട്ട് അങ്ങനെ പോയി. അതായത് മുതുമലൈ ടൈഗേഴ്സിന്റെ ഉള്ളിൽ കൂടി പോയിട്ട് മസനഗുഡിന്ന് കല്ലട്ട് ചുരം ഊട്ടിയിൽ നിന്ന് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഈ ചുരം കയറി മസനഗുഡി കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീണ്ടും ഒരു റൈറ്റ് എടുത്തതിനു ശേഷം പോന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ചുരക്കഥയിലേക്ക് പോരട്ടോ. നമ്മളങ്ങനെ തമിഴ്നാട് ഗുഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഗുഡല്ലൂർ എത്തിയപ്പോൾ ഒരു ചിക്കൻ റൈസ് എന്നിട്ട് ഇത് ആക്ച്വലി ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഞാൻ ചിക്കൻ റൈസ് ഫസ്റ്റ് കഴിക്കുന്നത്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഒരു ചിക്കൻ റൈസ്. പിന്നെ നമ്മൾ പോന്ന് വേണ്ട ഹങ്കർ ഫോർട്ട് വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അവിടെയാണ് ഇത്. ആക്ച്വലി ഇത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വന്നൊരു വിഷ്വലാണ്. കാരണം മിസ്റ്റേക്ക് കൊണ്ട് പറ്റിപ്പോയതാണ്. അത് എല്ലാം കേൾക്കാം. ഇവിടെ ലൈറ്റ് ആയിട്ട് ഒരു കോടുണ്ട്. അതായത് ആ യുക്കാലിക്സിന്റെ രണ്ട് സൈഡും യുക്കാലിക്സ് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ ഊട്ടി പോകുന്ന ടൈമില്, അതാണ് ഈ ഏരിയ. അവിടെ നിന്ന് തന്നെ കണ്ണ് കാണാൻ പറ്റാത്ത രീതിക്ക് അത് മൂടിക്കൊണ്ടിരിക്കുന്ന രീതിക്കുള്ള ഒരു കോടൊന്നും ഇല്ലെങ്കിലും ഒരു ലോ ലെവലില് ഉണ്ട്. എന്നാലും ഉണ്ട് കോട. പിന്നെ റോഡിന്റെ അവസ്ഥ
പറ്റ ഷോക്കാണ് കേട്ടോ. പിന്നെ വേറെ ഇൻസിഡന്റ് ഉണ്ടായി ആക്ച്വലി. അതെന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മള് നാടാണി ചുരം ഇങ്ങനെ ഇറങ്ങി പോയിരുന്നോ ഒരു വളവോട് വളഞ്ഞിടുന്ന ഡയറക്റ്റ് ചെന്ന് കയറുന്നത് അത് ആനന്റെ മുമ്പൊക്കെയാണ്. അതേമാതിരി നാടാണി ചുരത്തുമ്പോൾ ഫസ്റ്റത്തെ വ്യൂ പോയിന്റിന്റെ അവിടെ ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. നാടാണി ചുരത്തുമ്പോൾ ആനനെ കാണാത്ത പരാതി അങ്ങ് മാറി കിട്ടി. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.